ഇപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവ് ഒരു ഗായകന്റെ വീട്ടിൽ നിന്ന് പിടികൂടിയിരിക്കുന്നു. സംഗീത രംഗത്തുള്ളതാണ്. വേടൻ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയത്. എന്താണ് വിശദാംശങ്ങൾ? പ്രിയൻ, ഈ റാപ്പർ വേടൻ, അതായത് ഹിരൺദാസ് മുരളി ആണ് കഞ്ചാവ് ഉപയോഗിച്ചതായി പോലീസിനോട് സമ്മതിച്ചു എന്ന് പറയുന്നത്. ഇയാളുടെ പല വീഡിയോകളിലും ഇയാൾ പറയുന്നുണ്ട് ഇത്തരം സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കരുത്, അത് മരണം വരെ സംഭവിക്കാമെന്ന് പറയുന്ന ആളായിരുന്നു. അപ്പോൾ ഇയാൾക്ക് ഒരുപാട് ആരാധകർ ഉണ്ട്. കഴിഞ്ഞ ദിവസം കൊല്ലത്തൊരു യുവതി അവളുടെ ചോര കൊണ്ട് ഇയാളുടെ ചിത്രം വരച്ചു നൽകിയിരുന്നു ഇയാൾ അവിടെ വന്നപ്പോൾ, ആരാധന മൂത്തിട്ട്. അപ്പോൾ അത്തരത്തിൽ 6 ഗ്രാം കഞ്ചാവാണ് ഫ്ലാറ്റിൽ നിന്നും പിടിച്ചെടുത്തത്. മേശപ്പുറത്തും മറ്റിടങ്ങളിലുമാണ് കഞ്ചാവ് കണ്ടെത്തിയത്. 9.5 ലക്ഷം രൂപയും ഫ്ലാറ്റിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ കഞ്ചാവ് പിടികൂടിയത്. വേടനടക്കം 9 പേരാണ് ഫ്ലാറ്റിലുണ്ടായിരുന്നത്. പ്രോഗ്രാമിൻ്റെ ആലോചന എന്ന പേരിലാണ് ഇവർ ഫ്ലാറ്റിൽ ഒത്തുകൂടിയത്. അതിനിടെ സംസ്ഥാന സർക്കാർ 4ാം വാർഷിക ആഘോഷ പരിപാടിയിൽ നിന്നാണ് വേടൻ്റെ റാപ്പ് ഷോ ഒഴിവാക്കി. ഇപ്പോൾ കഞ്ചാവ് കേസിൽ കസ്റ്റഡിയിലെടുത്ത സാഹചര്യത്തിലാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഏതായാലും ഈ റാപ്പർ വേടൻ ഇതോടെ കൂടുതൽ വാർത്തകളിൽ നിറയുകയാണ്. കാരണം ഇത്തരത്തിലുള്ള ഈ കൊച്ചിയിലെ ഫ്ലാറ്റിൽ നിന്ന് കഞ്ചാവ് മാത്രമല്ല, അതോടൊപ്പം തന്നെ പൈസയും പിടികൂടുന്നു. കുറേയേറെ കൂട്ടുകാർ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സൗഹൃദ വലയം അദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും ധാരാളം പേർ ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ ഒരു കാലം കൂടിയാണ് കടന്നു പോകുന്നത്. സിനിമയിലൊക്കെ ലഹരി പദാർത്ഥങ്ങൾ ധാരാളമായി ഒഴുകുന്നു എന്നാണ് ശ്രീനാഥ് ഭാസിയും അതോടൊപ്പം തന്നെ ഈ ഷൈൻ ടോം ചാക്കോയും ഉൾപ്പെടെ പറയുന്നത്. ഏതായാലും ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ റാപ്പർ വേടൻ്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയത്. പക്ഷേ 7 ഗ്രാം കഞ്ചാവ് മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. 1 കിലോഗ്രാം കഞ്ചാവ് വെച്ചാൽ മാത്രമല്ല ജാമ്യമില്ലാ വകുപ്പ് വരുത്തുള്ളൂ. അല്ല, 1 കിലോയ്ക്ക് താഴെ ആയിരിക്കണമെന്നാണ്. അങ്ങനെയാണ്. താഴെയാണെങ്കിൽ ജാമ്യം കിട്ടും, സ്റ്റേഷൻ ജാമ്യം കിട്ടും. ഇതിപ്പം കുറച്ച് ഇല്ലേ ഉള്ളൂ, 7 ഗ്രാം കഞ്ചാവ് കുറച്ചേ ഉണ്ടാകത്തുള്ളൂ. ഏതായാലും വേടൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നടന്നു വരികയാണ്. ഏതായാലും ഈ റാപ്പർ വേടൻ എന്ന് പറയുമ്പോൾ പലർക്കും ഒരു ആരാധനയുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഈ വേടൻ്റെ ഈ പാട്ടുകളും ഒക്കെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കഴിഞ്ഞ ദിവസം കൊല്ലത്തൊക്കെ സംഭവിച്ചത്. പക്ഷേ വേടൻ കഞ്ചാവ് ഉപയോഗിച്ചെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. പക്ഷേ ഇതിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വേടൻ്റെ പല ടോക്കുകളിലും ഇത്തരത്തിൽ ഇതിനൊക്കെ എതിരെ, ലഹരി പദാർത്ഥങ്ങൾക്കെതിരെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അയാൾ തന്നെ ഇതിൽ കുടുങ്ങുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത. അയാളുടെ ഒരു സംസാരത്തിൽ, അതായത് ഈ സംഗീതം പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് അയാൾ പറയും ഈ രാസലഹരി ഉപയോഗിക്കരുത്, ഇത് ഉപയോഗിക്കുന്നതിൽ ഇത്ര ശതമാനത്തോളം ആൾക്കാർ മരണപ്പെടുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബത്തിന് വലിയ നഷ്ടം ഉണ്ടാകും, നിങ്ങളുടെ ജീവിതം ഹോമിക്കപ്പെടുകയാണ് എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ യുവതലമുറയ്ക്ക് രാസലഹരിക്കെതിരെ കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ട് ഈ റാപ്പർ വേടൻ ഇത് ഉപയോഗിക്കുന്നത് ഹൈബ്രിഡ് കഞ്ചാവാണ്. എൻ്റെ സംശയം ഇതല്ല, ഈ കഞ്ചാവ് ഇത്ര ഗ്രാമിൽ കൂടുതൽ വെച്ചിരുന്നാൽ പ്രശ്നമാണ്, അല്ലാത്തതിന് ജാമ്യം കിട്ടുന്നു, അത് സാധാരണ കഞ്ചാവാണ്. ഈ ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുന്നത് മാരകലഹരിയല്ലേ? ഈ മാരകലഹരിയുടെ വിഭാഗത്തിൽ ഇതിനെ പെടുത്തുകയും അതിന് വേണ്ട നിയമ നടപടി സ്വീകരിക്കുകയും രാസലഹരി പോലെ കണക്കാക്കുകയും ചെയ്യാത്തത് എന്തുകൊണ്ടാണ് സർക്കാർ എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതായത് ഒരു എക്സിക്യൂട്ടീവ് തലത്തിലുള്ള ഒരു ഉത്തരവ് തന്നെ മതിയാകില്ലേ? ഒരു നിയമനിർമ്മാണത്തിൻ്റെ ആവശ്യം ഉണ്ടാകുമോ ഇതിനുള്ളതെന്നാണ് എൻ്റെ ഒരു സംശയം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ തന്നെ ഇതിനെ മാരക ലഹരി വരുന്നതായിട്ട് കണക്കാക്കുകയും അതിന് ഉചിതമായിട്ടുള്ള രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുക. ഇത് കൈവശം വയ്ക്കുന്നത് ക്രിമിനൽ കുറ്റം. 1 ഗ്രാം ആണെങ്കിൽ കൂടി, അല്ലെങ്കിൽ 1 ഗ്രാമിൽ താഴെയാണെങ്കിൽ കൂടി കൈവശം വയ്ക്കുന്നത് വലിയ കുറ്റമായി കണക്കാക്കിക്കൊണ്ട് അറസ്റ്റ് ചെയ്യുകയും തുടർ നടപടികൾ എടുക്കുകയും ചെയ്യുകയല്ലേ വേണ്ടത് എന്നാണ് എൻ്റെ ഒരു സംശയം. എന്തു തോന്നുന്നു? അങ്ങനെ തോന്നുന്നില്ലേ? MDMA പോലെ ഇതിനെ കണക്കാക്കട്ടെ? തീർച്ചയായും. അത് ഇങ്ങനെ ഈ 2 തരത്തിൽ ഈ നിയമം ഇക്കാര്യത്തിൽ വരുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവരോട് കാണിക്കുന്ന പോലീസിൻ്റെ മനോഭാവം ഒരു വല്ലാത്ത ഇതാണ്. പക്ഷേ ഇതിൽ ഈ രാസലഹരി അല്ലെങ്കിൽ ഇതുപോലെ MDMA അല്ലെങ്കിൽ ഹൈബ്രിഡ് കഞ്ചാവ് ഇതൊക്കെ ഉപയോഗിച്ച് പോകുന്നവർക്ക് പുഷ്പം പോലെ പോകാൻ കഴിയുന്നു. ജാമ്യം കിട്ടുന്നു എന്ന് പറയുന്നത് പെട്ടെന്ന് ജാമ്യം കിട്ടുന്നു. രാസലഹരിക്ക് അങ്ങനെ ജാമ്യം കിട്ടുന്നില്ല, റിമാൻഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഹൈബ്രിഡ് കഞ്ചാവിന്റെ ലോബി ഇപ്പൊ 1 കിലോയിൽ താഴെ ഇപ്പൊ 900 ഗ്രാമുമായിട്ട് വന്നു, പോലീസ് പിടിച്ചു, കുഴപ്പമില്ല, സ്റ്റേഷൻ ജാമ്യത്തിൽ പോകാം.
ഈ വസ്തു പോലീസിന്റെ കയ്യിൽ ഇരിക്കുന്നല്ലേ ഉള്ളൂ, ഈ പറയുന്ന ലഹരി ഉൽപ്പന്നം. പക്ഷേ ഈ ആള് ഒരു പോരിയല്ലേ, വീണ്ടും അയാൾ ഇതേ പരിപാടിയല്ലേ നടത്തുന്നത്. എത്ര തവണ കടത്തുപോയായിരിക്കും ഒരു തവണ പിടിക്കപ്പെടുന്നത്? ഈ കടത്തുന്ന സാധനങ്ങളെല്ലാം തന്നെ ഇതുപോലെ ഈ കലാകാരന്മാരുടെ കയ്യിലോ സ്കൂൾ വിദ്യാർത്ഥികളുടെ കോളേജ് വിദ്യാർത്ഥികളുടെ കയ്യിലല്ലേ എത്തുന്നത്. ഇതൊന്നും മാരകമായി പുക വലിക്കരുത്, പുക വലിച്ചാൽ പൊതുസ്ഥലത്ത് പോലും പുക വലിച്ചാൽ പോലീസ് പിടിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ പോലീസ് പെറ്റി ചുമത്തും. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്തുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ ഒരു അമാന്തം കാണിക്കുന്ന, ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് മതിയാകും എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ നടപടികൾ വൈകുന്നത് എന്നുള്ളത് വലിയ ചോദ്യം. ഇത് ഈ സിനിമാക്കാർക്കിടയിൽ ഇത്ര ഇത് വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന സംഗീതജ്ഞന്മാരുടെ കയ്യിൽ ഈ പറയുന്ന ഗായകര് ഇത് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് പ്രേരണയാണ് സമൂഹത്തിന് കൊടുക്കുന്നത് എന്നുള്ളതാണ്. മാതൃകാപരമായി നിൽക്കേണ്ട ആൾക്കാരാണ് ഈ നിലയ്ക്ക് മാറുന്നത്. ഇപ്പോൾ ഈ വേടൻ്റെ കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയാണെങ്കിൽ റാപ്റ്റിവിസം, അതായത് കേരളീയ സാംസ്കാരികതയോട് കലഹിക്കുകയാണ് വേടൻ. അതായത് വേടൻ്റെ തീവ്രമായ വരികളും ചടുലമായ പ്രകടനങ്ങളും കലഹിക്കുന്ന, സംഘർഷപ്പെടുന്ന, ചോദ്യം ചെയ്യുന്ന കീഴാള യുവത്വത്തിനും ബഹുജന സംസ്കാരത്തിനും കൂടുതൽ ഉത്തേജനം നൽകുന്നുണ്ട്. ബോംബ് മാർലിയുടെ നീളൻ മുടിയും താടിയും ചുരുട്ടും മറ്റും എങ്ങനെയാണോ ആഗോളതലത്തിൽ പ്രതിരോധങ്ങളുടെ രാഷ്ട്രീയ ചിഹ്നങ്ങളായി മാറിയത്, സമാനമായി കേരളീയ പശ്ചാത്തലത്തിൽ ഇരുണ്ടുമെലിഞ്ഞ ശരീരവും കറുത്ത വസ്ത്രങ്ങളും ചിലപ്പോൾ മേൽവസ്ത്രമില്ലാതെയുമൊക്കെ സദാചാര സങ്കല്പങ്ങളെയും പൊതുബോധത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് റാപ്പിലൂടെ കീഴാളതയുടെ യുവത്വത്തിൻ്റെ ബിംബമായി വേടൻ മാറിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളീയ പൊതുമണ്ഡലത്തിൽ യുവ സംസ്കാരത്തിൻ്റെ പുതിയ സാധ്യതകളാണ് യൂട്യൂബ് പോലുള്ള നവമാധ്യമങ്ങൾ തുറന്നു വച്ചിട്ടുള്ളത്. യൂട്യൂബിൻ്റെ സ്വീകാര്യത റാപ്പ് സംഗീത സംസ്കാരത്തെ കൂടുതൽ ജനകീയമാക്കുകയും അതിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കത്തെ കേരളീയ പൊതുമണ്ഡലത്തിൽ വിവിധ സംവാദങ്ങളുടെ ഭാഗമാക്കാനും കാരണമായിട്ടുണ്ട്. റാപ്പ് സംഗീതം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ ഭാവനകൾ, സാമൂഹികമായ ഓർമ്മകൾ, മുന്നേറ്റങ്ങൾ എന്നിവ ജനപ്രിയ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറുന്നത് കേരളീയ സാംസ്കാരിക ബോധത്തിൽ സംഭവിക്കുന്ന കലർപ്പുകളുടെ സംയോജനം കൂടെയാണെന്ന് കരുതാവുന്നതാണ്. ഏതായാലും സംഗീതത്തിലെ, പാട്ടിലെ ഈ കലർപ്പുകൾക്ക് ചരിത്രപരമായ ചില തുടർച്ചകളും ഉണ്ടെന്ന് കാണാവുന്നതാണ്. പ്രതിരോധത്തിൻ്റെ കീഴാള ഭാവന ലോകം പടുത്തുയർത്തിയ പൊയ്കയിൽ അപ്പച്ചനായാലും ആധുനിക മലയാളിയുടെ സംഗീത ബോധത്തെ കീഴ്മേൽ മറിച്ച കലാഭവൻ മണിയുടെ പാട്ടുകളായാലും സാമ്പ്രദായിക സിനിമാ സംഗീത സങ്കല്പങ്ങളെ അപനിർമ്മിച്ച ജാസി ഗിഫ്റ്റായാലും കലർപ്പുകളുടെ തുടർച്ചയിൽ ചരിത്രത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഇടം പിടിച്ചവരാണ്. ചരിത്രത്തിൻ്റെ ഈ തുടർച്ചയാണ് റാപ്പ് എന്ന സമരോത്സുക സംഗീത വ്യവഹാരമായി വേടൻ കേരളീയ പൊതുമണ്ഡലത്തിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നത്. ഈ ബിംബങ്ങളുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞാൽ, പാട്ടിൽ ബിംബങ്ങൾ ഉണ്ടാകുന്നത് ചിലപ്പോഴൊക്കെ ചരിത്രപരമായ അനിവാര്യതയാകാം. വൈയക്തികവും വൈകാരികവും പ്രാദേശികവുമായ സാമൂഹിക രാഷ്ട്രീയ സംഘർഷങ്ങളെ ആഗോള പശ്ചാത്തലത്തിൽ കൂടെ പ്രസക്തമായ രീതിയിൽ അവതരിപ്പിക്കാൻ ഈ ബിംബങ്ങൾക്ക് സാധിക്കും. സാർവലൗകികമായ ഈ സ്വീകാര്യതയാണ് അപര സമൂഹങ്ങൾ, വിവിധ ഉപസംസ്കാരങ്ങൾ, ബഹുജനങ്ങൾ എന്നിവർക്ക് മേൽപ്പറഞ്ഞ ബിംബങ്ങളുമായും അവരുടെ ഇടപെടലുകളുമായും ഒക്കെ ആത്മബന്ധം സൃഷ്ടിക്കാൻ കാരണമാകുന്നത്. അടിമത്തത്തെ, വംശീയതയെ പ്രശ്നവൽക്കരിക്കുന്ന ബോംബ് മാർലിയുടെ പാട്ടുകൾ ഈ അർത്ഥത്തിലാണ് ലോകത്തെ വിവിധ ഉപസംസ്കാരങ്ങളുമായി സാർവലൗകികമായ ഒരു ആത്മബന്ധം കൈവരിക്കുന്നത്. സമാനമായ ഒരു സാർവലൗകിക സ്വഭാവമാണ് സ്വത്വം, അപരത്വം, ജാതി, പുറന്തള്ളൽ തുടങ്ങിയ വ്യവഹാരങ്ങളെ ജനപ്രിയ സംസ്കാരങ്ങളിലൂടെ ആഘോഷമാക്കുന്ന, പ്രശ്നവൽക്കരിക്കുന്ന വേടൻ്റെ പാട്ടുകളിൽ കാണാനാവുക. സാമൂഹികമായ ഓർമ്മകളും അനുഭവങ്ങളുമാണ് വേടൻ്റെ റാപ്പുകളുടെ ഇതിവൃത്തം. ദളിത് ചിത്രരചനയുടെ രീതിശാസ്ത്രവും ഭാവനാ ലോകവുമാണ് വേടൻ തൻ്റെ പാട്ടുകളുടെ രൂപീകരണത്തിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ വിമോചനാത്മകമായ സ്വഭാവവും സങ്കല്പങ്ങളുമാണ് ഈ പാട്ടുകളെല്ലാം പൊതുവിൽ കാണാനാവുക. ഒരുപക്ഷെ കലാഭവൻ മണിക്ക് ശേഷം സ്റ്റേജ് ഷോകളിലൂടെ അഥവാ കൺസേർട്ടുകളിലൂടെ കേരളീയ പൊതുമണ്ഡലത്തിൽ സ്വീകാര്യത നേടുന്ന അപരദേഹത്തിനുടമയായിരിക്കും വേടൻ എന്ന് നിസ്സംശയം പറയാൻ കഴിയും. അതെല്ലാം സമ്മതിക്കുന്നു. പക്ഷേ ലഹരിക്ക് ഉത്തരം വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേടൻ്റെ രാഷ്ട്രീയത്തെ സ്വീകരിക്കുന്നതിൽ കേരളീയ സമൂഹത്തിന്, ഇല്ലെങ്കിൽ വേടൻ്റെ കലയെ സ്വീകരിക്കുന്നതിൽ കേരള സമൂഹത്തിന് ഒരു പ്രശ്നവുമില്ല. പക്ഷേ സേ നോ ടു ഡ്രഗ്സ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.